എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് 2024 ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യ 3 പ്രവർത്തനങ്ങളുടെ വീഡിയോ ഈ ചാനലിൽ ഉണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. ആക്ടിവിറ്റി 4 കാർ ജേർണി. ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം തിരുവനന്തപുരം ടു വേരിയസ് പ്ലേസസ്. തിരുവനന്തപുരത്തു നിന്നും വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം തന്നിരിക്കുന്നത് നോക്കൂ. കൊല്ലം 65 കിലോമീറ്റർ, ആലപ്പുഴ 150 കിലോമീറ്റേഴ്സ്, കൊച്ചി 205 കിലോമീറ്റേഴ്സ്, തൃശ്ശൂർ 304 കിലോമീറ്റേഴ്സ്, കോഴിക്കോട് 397 കിലോമീറ്റേഴ്സ്, കണ്ണൂർ 471 കിലോമീറ്റേഴ്സ്, കാസർഗോഡ് 585 കിലോമീറ്റേഴ്സ്. ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കൊല്ലം ടു കാസർഗോഡ്? കൊല്ലത്തു നിന്നും കാസർഗോഡേക്കുള്ള ദൂരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊല്ലത്തിൻ്റെ ദൂരം എത്രയാണ് തന്നിട്ടുള്ളത്? 65 കിലോമീറ്റർ. അപ്പോൾ കൊല്ലത്തു നിന്നും കാസർഗോഡേക്കുള്ള ദൂരം കണ്ടെത്താൻ കാസർഗോഡിൻ്റെ ദൂരമായ 585 കിലോമീറ്ററിൽ നിന്ന് കൊല്ലത്തിൻ്റെ ദൂരമായ 65 കിലോമീറ്റർ കുറയ്ക്കുക. അപ്പോൾ ഉത്തരം 520 കിലോമീറ്റർ കിട്ടും. അതായത് കൊല്ലത്തു നിന്നും കാസർഗോഡേക്കുള്ള ദൂരം 520 കിലോമീറ്റർ. അടുത്ത ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം കണ്ണൂർ ടു കോഴിക്കോട്? കണ്ണൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ദൂരം എത്ര? ഇതെങ്ങനെ കണ്ടെത്താം? കോഴിക്കോടിൻ്റെ ദൂരം 397 കിലോമീറ്റർ. കണ്ണൂരിൻ്റെ ദൂരം എത്രയാണ്? 471 കിലോമീറ്റർ. നേരത്തെ ചെയ്തതുപോലെ തന്നെ എത്രയാ? 471 നിന്ന്, അതായത് വലിയ സംഖ്യ എടുക്കണം. 471 നിന്ന് 397 കിലോമീറ്റർ കുറയ്ക്കുക. അപ്പോൾ ഉത്തരം 74 കിട്ടും. അതായത് കണ്ണൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ദൂരം എത്രയാണ്? 74 കിലോമീറ്റർ. ഇതിലെ സി ചോദ്യം നോക്കാം. ഇൻ എ കാർ ജേർണി ഫ്രം തിരുവനന്തപുരം ടു കാസർഗോഡ്, രാകേഷ് ഡ്രൈവ് ദ കാർ ടിൽ തൃശ്ശൂർ. And then Radhika drives the car from Thrissur to Kasaragod. Who drives more? How much more? തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡേക്കുള്ള കാർ യാത്രയിൽ തൃശ്ശൂർ വരെ രാകേഷും അതിനുശേഷം രാധികയുമാണ് വാഹനം ഓടിച്ചത്. ആരാണ് കൂടുതൽ ദൂരം ഓടിച്ചത്? എത്ര കൂടുതൽ? ഇവിടെ നോക്കൂ മക്കളെ. രാകേഷ് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂർ വരെയാണ് ഓടിച്ചത് അല്ലേ? അപ്പോൾ രാകേഷ് ഓടിച്ചത് എത്ര കിലോമീറ്ററാണ്? 304 കിലോമീറ്റർ രാകേഷ് കാർ ഓടിച്ചു. രാകേഷ് എത്ര കിലോമീറ്റർ ഓടിച്ചു എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി രാധിക തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡ് വരെ ഓടിച്ചു അല്ലേ? അപ്പോൾ അത് എത്ര കിലോമീറ്റർ രാധിക ഓടിച്ചു എന്നുള്ളത് കണ്ടുപിടിക്കണം. അതിനായിട്ട് കാസർഗോഡുള്ള ദൂരമായ 585 നിന്ന് തൃശ്ശൂരിലെ ദൂരമായ 304 കിലോമീറ്റർ കുറയ്ക്കുക. അപ്പോൾ ഉത്തരമായി 281 കിട്ടും. അതായത് രാധിക ഓടിച്ച ദൂരം 281 കിലോമീറ്റർ. ഇനി അടുത്തൊരു ചോദ്യം എന്താണുള്ളത്? ആരാണ് കൂടുതൽ ദൂരം വാഹനം ഓടിച്ചത്? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആരാണ് ഓടിച്ചത്? രാകേഷാണ് കൂടുതൽ ദൂരം ഓടിച്ചത്. അടുത്ത എന്താ ചോദ്യം? എത്ര കൂടുതൽ എന്ന് കണ്ടുപിടിക്കാൻ രാകേഷ് ഓടിച്ച ദൂരമായ 304 നിന്ന് രാധിക ഓടിച്ച ദൂരമായ 281 കിലോമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ രാധികയേക്കാൾ രാകേഷ് കൂടുതൽ ഓടിച്ച ദൂരം കിട്ടും. 304 മൈനസ് 281 കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നത് 23 കിലോമീറ്റർ. അതായത് രാകേഷ് കൂടുതൽ ഓടിച്ച ദൂരം എത്രയാണ്? 23 കിലോമീറ്ററാണ്. ആക്ടിവിറ്റി 5 മെഷർ ദ ഡിസ്റ്റൻസ്. ദൂരം അളക്കാം. വിന്നി ആൻഡ് ഹർ ഫ്രണ്ട്സ് ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ലോങ് ജമ്പ് കോമ്പറ്റീഷൻ. ലുക്ക് അറ്റ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഈച്ച് വൺ. വിന്നിയും കൂട്ടുകാരും ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ഓരോരുത്തരും ചാടിയ ദൂരം നോക്കൂ. അതാണ് അവിടെ ഒരു ടേബിളിൽ തന്നിട്ടുള്ളത്. ബെന്നി ചാടിയത് 1 മീറ്റർ 45 സെൻറ്റിമീറ്റേഴ്സ്. നിധി ചാടിയത് എത്രയാ? 160 സെൻറ്റിമീറ്റേഴ്സ്. ജിതിൻ ചാടിയത് 1 മീറ്റർ 50 സെൻറ്റിമീറ്റേഴ്സ്. റിമി 200 സെൻറ്റിമീറ്റേഴ്സ്. വിന്നി 1 മീറ്റർ 85 സെൻറ്റിമീറ്റേഴ്സ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററാണ്
മനസ്സിലായല്ലോ? 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ. അപ്പോൾ 200 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 മീറ്റർ. ചോദ്യം എ. ഫൈൻഡ് ദ ടോപ്പ് 2 പേഴ്സൺസ് ഇൻ ദ കോമ്പറ്റീഷൻ. കൂടുതൽ ദൂരം ചാടിയ ആദ്യ 2 സ്ഥാനക്കാരെ കണ്ടെത്തുക. ആരാണ് ഫസ്റ്റ് പൊസിഷനിലെത്തിയത്? നോക്കൂ, 200 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 മീറ്റർ. 2 മീറ്ററിൽ കൂടുതൽ ഒരളവും അവിടെ ഇല്ല. അപ്പോൾ ആരാ? റിമി. അത് ഡിസ്റ്റൻസ് കവേർഡ് എത്രയാ? 200 സെൻറ്റിമീറ്റർ. അത് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാ? വിന്നി. അതായത് 1 മീറ്റർ 85 സെൻറ്റിമീറ്റേഴ്സ്. അതായത് 1 മീറ്റർ 85 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുന്നത് 185 സെൻറ്റിമീറ്റേഴ്സാണ്. ഇതിലെ ചോദ്യം ബി നോക്കൂ. ഫ്രം ദ ടേബിൾ ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ്. പട്ടികയിലെ ഏറ്റവും കൂടിയ ദൂരവും കുറഞ്ഞ ദൂരവും തമ്മിലുള്ള വ്യത്യാസം എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പട്ടികയിലെ ഏറ്റവും ലാർജ് നമ്പർ, ഏറ്റവും കൂടിയ ദൂരം ഏതാ? 200 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഏറ്റവും കുറഞ്ഞ ദൂരം നോക്കിയ ഏതാ? ബെന്നിയുടെ 1 മീറ്റർ 45 സെൻറ്റിമീറ്റർ ആണ് കുറഞ്ഞ ദൂരം അല്ലേ? ഇനി ഈ 2 ദൂരത്തിൻ്റെയും വ്യത്യാസം കാണണം. 200-ൽ നിന്ന് 145 കുറയ്ക്കുമ്പോൾ 55 ഉത്തരമായി കിട്ടുന്നു. അപ്പോൾ കൂടിയ ദൂരവും കുറഞ്ഞ ദൂരവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 55 സെൻറ്റിമീറ്റർ. ഇതിലെ സി എന്ന ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെഷർമെൻറ്റ് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് എ പെൻസിൽ? ടിക്ക് ദ റൈറ്റ് ആൻസർ. ചുവടെ തന്നിരിക്കുന്ന അളവുകളിൽ ഒരു പെൻസിലിൻ്റെ നീളമാകാൻ സാധ്യതയുള്ളത് ഏത്? ശരി ഉത്തരം ടിക്ക് ചെയ്യുക. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ 180 സെൻറ്റിമീറ്റേഴ്സ്, രണ്ടാമത്തെ ഓപ്ഷൻ 18 മീറ്റേഴ്സ്, മൂന്നാമത്തെ ഓപ്ഷൻ എന്താ? 18 സെൻറ്റിമീറ്റേഴ്സ്, നാലാമത്തെ ഓപ്ഷൻ 180 മീറ്റേഴ്സ്. അപ്പോൾ ഏതായിരിക്കും ആൻസർ ആവാൻ സാധ്യത? മൂന്നാമത്തത് അല്ലേ? 18 സെൻറ്റിമീറ്റർ ആണ് ആൻസർ ആവാൻ സാധ്യത. ആക്ടിവിറ്റി 6 സയൻസ് ഫെസ്റ്റിവൽ. എ ടേബിൾ ബിലോ ഷോസ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് in various competitions on each day of the 2 days sub-district science festival. 2 ദിവസമായി നടന്ന ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഓരോ ദിവസവും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണമാണ് പട്ടികയിലുള്ളത്. ഇവിടെ നോക്കൂ, സയൻസ് ഫെസ്റ്റിവൽ 2 ദിവസമായിട്ടാണ് നടന്നത് അല്ലേ? ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും. അപ്പോൾ ഫസ്റ്റ് ഡേയിൽ നടന്ന മത്സരങ്ങൾ ഏതൊക്കെയാണ്? സയൻസ് ഫെയർ, ഓൺ ദ സ്പോട്ട് വർക്ക് എക്സ്പീരിയൻസ് ഫെയർ, സോഷ്യൽ സയൻസ് ഫെയർ. അത് സെക്കൻഡ് ഡേയിൽ എന്താണ്? മാത്തമാറ്റിക്സ് ഫെയർ, വർക്ക് എക്സ്പീരിയൻസ് എക്സിബിഷൻ, IT ഫെയർ. ഇത് സെക്കൻഡ് ഡേ നടന്നു. ഇത് തന്നിട്ടുള്ള ഒരു ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ വർക്ക് എക്സ്പീരിയൻസ് ഫെയർ ഓൺ 2 days? അതായത് 2 ദിവസവും കൂടി പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത കുട്ടികളുടെ ആകെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നോക്കൂ, ഫസ്റ്റ് ഡേയിൽ ഓൺ ദ സ്പോട്ട് വർക്ക് എക്സ്പീരിയൻസ് ഫെയറിൽ പങ്കെടുത്ത കുട്ടികൾ എത്രയാ? 145. സെക്കൻഡ് ഡേയിൽ എന്താണ്? വർക്ക് എക്സ്പീരിയൻസ് എക്സിബിഷനിൽ പങ്കെടുത്ത കുട്ടികൾ എത്രയാ? 122. അപ്പോൾ ഇത് രണ്ടുമായിട്ട് കൂട്ടുക, ടോട്ടൽ എണ്ണം കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടിയ ടോട്ടൽ എണ്ണം എത്രയാണ്? 267 ആണ്. ഇതിലെ ബി ചോദ്യം നോക്കൂ. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ സബ് ഡിസ്ട്രിക്ട് സയൻസ് ഫെസ്റ്റിവൽ? ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികൾ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് 1-ാം ദിവസം ഫസ്റ്റ് ഡേ പങ്കെടുത്ത കുട്ടികളുടെ ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് ഡേ പങ്കെടുത്ത കുട്ടികളുടെ ടോട്ടൽ എണ്ണവും കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 2 ദിവസത്തെ എന്നിട്ട് ഈ 2 ദിവസത്തെ എണ്ണങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ ടോട്ടൽ പങ്കെടുത്ത ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണം കിട്ടും. നമുക്കാദ്യം ഫസ്റ്റ് ഡേ പങ്കെടുത്ത കുട്ടികളുടെ ടോട്ടൽ എണ്ണം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഡേയിൽ സയൻസ് ഫെയറിന് 212 കുട്ടികൾ, ഓൺ ദ സ്പോട്ട് വർക്ക് എക്സ്പീരിയൻസ് ഫെയറിന് 145 കുട്ടികൾ, സോഷ്യൽ സയൻസ് ഫെയറിന് 143 കുട്ടികൾ. ഇനി ഈ കുട്ടികളുടെ എല്ലാം ടോട്ടൽ കണ്ടുപിടിക്കുക. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 500 കിട്ടി. ഇനി സെക്കൻഡ് ഡേയിൽ വിവിധ മത്സരങ്ങളിലായി പങ്കെടുത്ത കുട്ടികളുടെ ടോട്ടൽ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ ഫസ്റ്റ് ഡേ കണ്ടുപിടിച്ചതുപോലെ ഇതും കണ്ടുപിടിക്കുക. നോക്കൂ, 2-ാം ദിവസം പങ്കെടുത്ത കുട്ടികളുടെ ടോട്ടൽ എണ്ണം 387 ആണ്. ഇനി ചെയ്യേണ്ടത്, ഇനി ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണം, അതിന് ഈ 2 ദിവസങ്ങളിൽ പങ്കെടുത്ത എണ്ണങ്ങൾ തമ്മിൽ കൂട്ടുക. അതായത്
500 പ്ലസ് 387. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 887 ഉത്തരം കിട്ടും. ഇതിലെ തന്നെ സി ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി മോർ സ്റ്റുഡൻസ് പാർട്ടിസിപ്പേറ്റഡ് ഓൺ ദ ഫസ്റ്റ് ഡേ ദാൻ ഓൺ ദ സെക്കൻഡ് ഡേ? അതായത് ഒന്നാം ദിവസം രണ്ടാം ദിവസത്തേക്കാൾ എത്ര കുട്ടികൾ കൂടുതൽ പങ്കെടുത്തു എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താം? ഒന്നാം ദിവസം പങ്കെടുത്ത 500 കുട്ടികളിൽ നിന്ന് രണ്ടാം ദിവസം പങ്കെടുത്ത 387 കുട്ടികൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. അതായത് 500-ൽ നിന്ന് 387 കുറയ്ക്കുക. അപ്പോൾ ഉത്തരം എത്ര കിട്ടും? 113 കിട്ടും. ഇതോടുകൂടി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു. നന്ദി. വീണ്ടും കാണാം.